നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റംസാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമായിരിക്കും. റവ കേസരി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വരുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ റവ നമ്മളിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വറക്കണം. മീഡിയം തീയിൽ ഇട്ടിട്ട് നമുക്ക് ഈ 1 കപ്പ് റവയൊന്ന് വറുക്കണം. കരിഞ്ഞു പോകാതെ കരിഞ്ഞു പോകാതെ നമ്മൾ ഒരു ഗോൾഡൻ കളറിലാവുന്നതും വരെ നമ്മൾ ഒന്ന് വറക്കണം. അപ്പോൾ ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ രീതിയിൽ നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. ഇത്തിരി കരിഞ്ഞും പോകരുത്, ആ രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിതൊരു ബോളിലോട്ട് നമുക്കിത് മാറ്റാം. റവയെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത് നല്ലോണം തിളയ്ക്കണം. കേസരിക്ക് സാധാരണ കളറിന് ചേർക്കാൻ വേണ്ടി ഫുഡ് കളറൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫുഡ് കളർ ഉപയോഗിക്കാം, മറ്റേ സാഫ്രോൺ, കുങ്കുമപ്പൂവ് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പാലിനകത്തിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇതായാലും കുഴപ്പമില്ല, നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്തോട്ട് ശകലം ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി. ഇതെല്ലാം കൂടെ നല്ലോണം തിളയ്ക്കണം. ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. നമ്മുടെ റവ കുറേശ്ശെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പാവിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറേശ്ശെ റവയിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ആകാം. ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വലിയുന്നിടം വരെ നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വടിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിനകത്തിൽ 1 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി നമുക്ക് ഇതിലോട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കാം. ഈ പഞ്ചസാരയുടെ ഇത് ഉരുകി ഇതിനകത്തിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. പകുതി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇതുപോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ പഞ്ചസാരയെല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്ക് വറുത്ത് ചേർക്കണം. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്ക് വറുക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടാവട്ടെ. നട്ട്സും
കിസ്മിസ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റവ കേസരിയിലോട്ട് ചേർക്കാം. ഒത്തിരി കരിയണ്ട, ഏകദേശം ബ്രൗൺ ആയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കേസരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം മോളെ. കഴിച്ച് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അമ്മയോട് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്. കൊള്ളാവോ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ഐറ്റമാണ്. വാലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലാണുള്ള ഐറ്റമാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഈ കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു കാണാനൊക്കെ ഒരു കളർഫുള്ളായിരിക്കും. ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇച്ചിരി കളർ കുറവായിട്ട് കാണുന്നത്. അപ്പം കളർ ചേർത്തിട്ടേലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.